ഫുട്ബോൾ മാമാങ്കത്തിൽ സ്പെയിനെ തകർത്ത റൊണാൾഡോയുടെ പോർച്ചുഗൽ കിരീടം ചൂടിയിരിക്കുകയാണ്. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച ഒരു ക്ലാസിക് പോരാട്ടത്തിനൊടുവിൽ യൂറോപ്യൻ ഫുട്ബോളിലെ പുതിയ രാജാക്കന്മാരായി പോർച്ചുഗൽ കിരീടം ചൂടിയിരിക്കുകയാണ്. അതും അയൽക്കാരായ സ്പെയിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മുട്ടുകുത്തിച്ച്. മ്യൂണിക്കിൽ നടന്ന നാഷൻസ് ലീഗ് ഫൈനൽ മത്സരം ഓരോ നിമിഷവും ശ്വാസം അടക്കിപ്പിടിച്ചു കണ്ട ആരാധകർക്ക് ഒരു വിരുന്നായി മാറി. നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന സ്പെയിനിന്റെ കിരീടം നിലനിർത്താനുള്ള മോഹങ്ങൾ പൊലിഞ്ഞപ്പോൾ പോർച്ചുഗീസ് പട തങ്ങളുടെ രണ്ടാം നാഷൻസ് ലീഗ് ട്രോഫിയിൽ മുത്തമിടുകയായിരുന്നു. മത്സരത്തിന്റെ 61-ാം മിനിറ്റിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ ആ മാന്ത്രിക ഗോൾ പോർച്ചുഗലിനെ 2-2 എന്ന നിലയിൽ സമനിലയിൽ എത്തിച്ചത് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചതാണ്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിന്നതോടെ ഫൈനൽ വിധി നിർണ്ണയിക്കാൻ പെനാൽറ്റി ഷൂട്ടൌട്ട് വേണ്ടി വന്നു. റൊണാൾഡോയുടെ സൈഡ് ലൈൻ നാടകമാണ് അടുത്ത കാര്യം. കണ്ണീരും ആഹ്ലാദവും അധിക സമയത്ത് റൊണാൾഡോ കളിക്കളത്തിന് പുറത്തായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് കളിക്കളത്തിൽ നിറഞ്ഞു നിന്നു. നിർണായകമായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സ്വന്തം ടീം അംഗങ്ങൾ പെനാൽറ്റി എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടെൻഷൻ സൈഡ് ലൈനിലെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. ഒരു വേള പരിശീലക സ്റ്റാഫിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന് അദ്ദേഹം ഷോട്ടുകൾ കണ്ടത് ആരാധകർക്കിടയിൽ ചിരി പടർത്തിയതാണ്. എന്നാൽ സ്പെയിന്റെ അൽവാരോ മൊറാറ്റയുടെ ദുർബലമായ കിക്ക് പോർച്ചുഗൽ ഗോളി ഡിയാഗോ കോസ്റ്റ സമർത്ഥമായി തടഞ്ഞപ്പോൾ റൊണാൾഡോയുടെ മുഖത്ത് ആശ്വാസം നിഴലിച്ചു. തൊട്ടുപിന്നാലെ യുവതാരം റൂബൻ തണുപ്പൻ മട്ടിൽ വിജയ പെനാൽറ്റി വലയിലെത്തിച്ചപ്പോൾ റൊണാൾഡോയുടെ കണ്ണുകൾ സന്തോഷാശ്രുക്കളാൽ നിറഞ്ഞു. അലയൻസ് അരീനയിൽ കൺഫെറ്റി മഴ പെയ്തപ്പോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ ആവേശത്തോടെ ട്രോഫി ഉയർത്തിപ്പിടിച്ച് വിജയം ആഘോഷിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളുകളുടെ ഒഴുക്കാണ് മറ്റൊരു കാര്യം. മത്സരത്തിൽ ആദ്യം ലീഡെടുത്തത് സ്പെയിനാണ്. 21-ാം മിനിറ്റിൽ പോർച്ചുഗൽ പ്രതിരോധ നിരയ്ക്ക് പറ്റിയ ഒരു പിഴവ് മുതലെടുത്ത് മാർട്ടിൻ സുബമെന്റി അനായാസം വല കുലുക്കി. എന്നാൽ ആ ലീഡിന് അധികം ആയുസ്സുണ്ടായില്ല എന്ന് പറയുന്നതാവും ശരി. വെറും 5 മിനിറ്റിനകം പോർച്ചുഗൽ തിരിച്ചടിച്ചു. ന്യൂനോ മെഡൻസ് ഉനായിയെ കബളിപ്പിച്ച് വലയും വിദൂര കോണിലേക്ക് ഒരു താഴ്ന്ന ഷോട്ട് തൊടുത്തുവിട്ടു. സ്കോർ 1-1 എന്നാൽ മൈക്കൽ സ്പെയിനിന് വീണ്ടും ലീഡ് സമ്മാനിച്ചു. കഴിഞ്ഞ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയ ഗോൾ നേടിയ അതേ മാന്ത്രിക സ്പർശത്തോടെ ഒയാർസബാൽ ഇടവേളയ്ക്ക് മുൻപ് ലാ റോജയെ മുന്നിലെത്തിച്ചു. പക്ഷേ പോർച്ചുഗലിന് ഒരു രക്ഷകനുണ്ടെങ്കിൽ അത് റൊണാൾഡോ തന്നെയാണ്. ആ രീതിയിലായിരുന്നു പിന്നീടുള്ള കളി. നിർണായക നിമിഷത്തിൽ മാർക്ക് കുക്കുറെല്ലയെ സമർത്ഥമായി മറികടന്ന മെൻഡസിനെ ക്രോസിൽ നിന്ന് ഒരു വോളിയിലൂടെ റൊണാൾഡോ പോർച്ചുഗലിന് വീണ്ടും സമനില നേടിക്കൊടുത്തു. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ 138-ാമത്തെ രാജ്യാന്തര ഗോളായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ തണുപ്പൻ പ്രകടനവും ചരിത്രവും നിശ്ചിത സമയത്തും അധിക സമയത്തും സ്കോർ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. ഇവിടെ പോർച്ചുഗൽ കളിക്കാർ സമ്മർദ്ദമില്ലാതെ കളി മെനഞ്ഞു. ഗൊങ്കലോ, വിറ്റിൻഹ, ബ്രൂണോ, ന്യൂനോ മെൻഡിസ് എന്നിവരെല്ലാം പിഴവുകളില്ലാതെ പന്ത് വലയിലെത്തിച്ചു. മറുവശത്ത് സ്പെയിനിന്റെ മൊറാറ്റോയുടെ ദുർബലമായ ഷോട്ട് ഡിയോഗോ കോസ്റ്റയുടെ കൈകളിൽ ഒതുങ്ങിയത് സ്പെയിന് തിരിച്ചടിയായി. ഒടുവിൽ നെവസ് ആ ചരിത്രപരമായ കിക്ക് ഗോളാക്കി മാറ്റിയപ്പോൾ 2 നേഷൻസ് ലീഗ് കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമായി പോർച്ചുഗൽ ഫുട്ബോൾ ചരിത്രത്തിൽ ഇടം നേടി. യുവതാരങ്ങളും ഇതിഹാസങ്ങളുമാണ് മറ്റൊരു പ്രത്യേകത. ഫൈനലിലെ പ്രത്യേകതകൾ 5 തവണ ബാലൻ ഡി ഓർ ജേതാവായ റൊണാൾഡോയും ലോകത്തിലെ മികച്ച കളിക്കാരനുള്ള അവാർഡ് നേടാൻ സാധ്യതയുള്ള കൗമാരക്കാരനായ ലാമിൻ യമലും തമ്മിലുള്ള ആദ്യ ഏറ്റുമുട്ടലായി ഈ ഫൈനൽ മത്സരം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. എന്നിരുന്നാലും കളിയുടെ ആദ്യ പകുതിയിൽ ഇരു യുവതാരങ്ങൾക്കും കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. ഒയാർസബാലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ സ്പെയിനിന്റെ ആദ്യ ഗോളുകൾക്ക് വഴിയൊരുക്കിയപ്പോൾ അധിക സമയത്ത് പെഡ്രോയുടെയും കുക്കറെല്ലയുടെയും ശ്രമങ്ങളിലൂടെ സ്പെയിൻ വിജയത്തിനടുത്ത് വരെ എത്തിയിരുന്നു. പക്ഷേ ഷൂട്ടൌട്ടിന്റെ സമ്മർദ്ദം അവരെ കീഴ്പ്പെടുത്തി. ഈ വിജയം പോർച്ചുഗീസ് ടീമിന്റെ കൂട്ടായ ശക്തിയും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകാനുള്ള അവരുടെ കഴിവും വീണ്ടും അടിവരയിടുന്നുണ്ട്. ടീം വർക്കിന്റെയും സമ്മർദ്ദ ഘട്ടങ്ങളിലെ സ്ഥിരതയുടെയും മികച്ച ഉദാഹരണമായി ഈ ഫൈനൽ മത്സരം ഫുട്ബോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തും.